നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ. ഇത്തിരി വിശേഷു സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ആ, ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയുമല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ഒന്ന് തന്നെയാണല്ലോ. കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കുകയാണ് പണ്ടാരടുക്കാൻ. ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊള്ളാം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ചോറ് തിന്നാൻ വാ. എനിക്ക് ചോറ് വേണ്ട, വിശപ്പില്ലപ്പ. നീ കരയണതിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട്. അവനെ നീ മറന്നു കളഞ്ഞേക്കൂ. അവനേക്കാൾ നല്ല സുന്ദരനായ ചെറുക്കനെ അപ്പ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. തിരുമൽ ദേവനാണ് സത്യം. അപ്പനാണ് പറയണത്. മോള് വാ. എനിക്കൊന്നും വേണ്ട. അഗോ ധുവോ ഹങ്കയോ ധരായോ ഗോ ധരായോ. പിടിച്ചോ. ഇതിനുള്ള മുറുക്കടിക്കണം. ശരി. ഹലോ പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ ആരാ വന്ന് കഴിച്ചത്? താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ശരി. സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറായില്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പൊക്കി നോക്കാൻ പറ്റില്ല പണ്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. തിരുമൽ ദേവ ഭഗവാനേ. അയ്യോ, പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും.
ഗുരുവായൂരപ്പ അയ്യോ പാമ്പ് അയ്യോ ഞാൻ ആരാണ്ടി ഓസ്മോണെന്ന് വഴിയിലിട്ട് ആളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി 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 മോളെ അപ്പനാണ് വാതിൽ തുറക്കുന്നേ പോലീസ് പറഞ്ഞുണ്ട് ഇവിടെ അവിടെ പോയി കിടക്കണേ കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം പുറപ്പടി നമ്മളാണ് അപ്പനാണ് കല്യാണി ഇവരൊക്കെ എവിടെ പോയിരിക്കാം വാതിൽ തുറക്കുക പൊന്ന് സാറേ നമ്മളെ തലല്ലേ തലേ സത്ത് പോകും നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം അതാണ് അയ്യോ നമ്മൾ നടന്നു അയ്യോ എന്നെ അവിടെ കേട്ടില്ലേ എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ എന്നെ പിന്നിൽ കയറ്റിയാൽ മതി പതുക്കെ വിട്ടേ പതുക്കെ വിടണേ മുറുക്കി പിടിച്ചോ താഴെ വീണാ മത്തങ്ങ വീണാ മതി തട്ടി പൊട്ടി പോകും കുഞ്ഞെ എന്താ കല്യാണമേ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്നാ മകളെ അപ്പോഴേ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഞങ്ങളെ രക്ഷിക്കണം. ചേട്ടൻ കണ്ടില്ല. வேன்ல கூட்டி போனாங்களா நடத்தி கொண்டு போனாங்களா? வாலில் கொண்டு போய். நடத்தி கூட்டி போயிருந்தா நடக்கிறதே வேறையா இருக்கும். அங்கிள் இருக்கும்போது நீ எதுக்கு பயப்படணும்? அங்கிள் എന്താ മോളെ എന്തേ അപ്പായെ പോലീസ് പിടിച്ചു. രാകേഷിനെ അന്വേഷിച്ചപ്പോ എവിടാന്ന് ഒരു വിവരവും ഇല്ല. മോൾക്ക് അറിയാതെ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാലോ? അതല്ല വല്ലമ്മേ, എന്റെ അപ്പ. എല്ലാം ശരിയാവും മോളെ, നിന്റെ അച്ഛന്റെ എല്ലാ വൃത്തികേടുകളും ഞങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ച് രാകേഷ് തന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും, എല്ലാം ദൈവം നിശ്ചയം, അല്ലാതെ എന്ത് പറയാനാ. വാ നമുക്ക് വീട്ടിലേക്ക് പോവാ. അയ്യോ അയ്യോ ഞാൻ പാവാണ്. എന്താ 3 പേര് മാത്രം യൂണിഫോമിൽ വന്നു? നിങ്ങൾ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്കുക? മിസ്റ്റർ മാണിക്യം, തന്നെ അലക്കാനാണ് ഞങ്ങൾ വന്നത്. സെർച്ച് ദ ഹൗസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറിയും, ഇരിക്കും. സാർ തന്നെ ഇവരുടെ ചീഫ് ഓഫീസർ? അതെ. വീട് വരെ വന്നു. ഒരു ലാർജ് സാപ്പിട്ട് പോയാൽ എനിക്കൊരു സന്തോഷം. പള്ളി പള്ളി പള്ളി. മിസ്റ്റർ മാണിക്യം, താങ്കൾ ഇതിനകത്ത് ഡയമണ്ട്സ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഗോൾഡ് ഫിഷ് സാർ, അത് ഡയമണ്ട് എല്ലാം സാപ്പിടാது സാർ. ഇതിന്റെ മുകളിൽ സ്വർണ്ണ തകിടങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇതിന്റെ മുകളിൽ വെറും സിമന്റ് സാർ. இல்லடா போலீஸ்க்கு பார்த்து கொடுக்கணும். എന്താ തപ്പാ കടിക്ക് സാർ. യെസ് മിസ്റ്റർ മാണിക്യം, തന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ കയ്യിലിരിക്കട്ടെ.
കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, സ്മഗ്ലിംഗ് ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടത്തുന്നില്ലടാ നീ. ഒന്ന് വിട്ടുപോയി സാർ. റേപ്പ്. നാണം കെട്ടവനെ. ഞാൻ തന്നെ. പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എഴുതേടാ. ഫയൽസ് എല്ലാം എടുത്തോ. സാർ, ആൾക്കാർ കണ്ടാൽ അവമാനം. നമ്മൾ ഫ്രണ്ട്സ് പോലെ പോവാ. എന്തു ബലം! കൈയെടുക്കടാ. ഇടടാ കൈ. നിന്റെ ഒരു അപമാനം. എന്റെ പുറാവേ, പൊന്നു മോളെ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ മാണിക്കത്തെ കാൽസമൾ കൈ പിടിക്കുവോ? സാർ, നിങ്ങൾ പിടിക്കൂ സാർ. കേരള വണ്ടിയില്ലേ? നിങ്ങൾ എങ്ങനെയാ നടന്നു വരുവോ? ആ, ജീപ്പ് കേരള. ജീപ്പിന് വന്നാൽ ചീപ്പാ இருக்கும் சார். மெதுவாப்பா, புது பொண்ணு மாதிரி கூட்டிப்போ. மாமனார் வீட்டுக்கு தானே போறான். This is Velayudham Thambi. കോഴിശ്ശേരി തറവാട്ടിലെ സ്വത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും അത് അനുഭവിക്കാൻ പാടില്ല. ഇവനൊന്നും ചെയ്തു വരുത്. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ മനുഷ്യൻ തളർന്നു കിടക്കുമ്പോൾ അനാഥമായ കുടുംബത്തെ രക്ഷിച്ച് ഈ നിലയിലെത്തിച്ച മാന്യ വ്യക്തിയാണ് ഇയാൾ. ചേട്ടാ, ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതുവരെ ഞാൻ ഈ മഹാഭാവികളുടെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. മക്കളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടേതാണ്. ഏതായതാ എന്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.